സുഹൃത്തുക്കളെ, സ്ഥലത്തിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി ഈ സമ്മേളനം വീക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. BS-നൊപ്പം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ LDF-ന്റെ വിവിധ സമരങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന പൂഞ്ഞാറിന്റെ പുണ്യം എന്ന് വിശേഷിപ്പിന് അർഹനായ PC ജോർജ് MLA-യെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രമുഖ ഇടതുപക്ഷ ചിന്തകനും രാഷ്ട്രീയ നിരീക്ഷകനും വാഗ്മിയുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ആസാദിനെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് നഗരത്തിന്റെ ജനപ്രിയനായ MLA ബഹുമാനപ്പെട്ട PMA സലാം സാറിനെയും ഈ മഹാസമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വികസനം എന്ന വാക്കിന്റെ അർത്ഥം കേരള ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത മാങ്കടയുടെ പ്രിയങ്കരനായ സാരഥി ബഹുമാനപ്പെട്ട മഞ്ഞളാകുഴിയായി MLA-ക്ക് ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഈ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് അധ്യക്ഷനായി മുഹമ്മദ് കുട്ടി മാസ്റ്റർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി MP വീരേന്ദ്രകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മുൻ മന്ത്രി, മുൻ കേന്ദ്രമന്ത്രി, INS വൈസ് പ്രസിഡന്റ്, വാഗ്മി, എഴുത്തുകാരൻ, സ്വാതന്ത്ര്യ സമരത്തിന് ദിശാബോധം നൽകിയ മാതൃഭൂമി പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. പകരക്കാരനില്ലാത്ത ഈ അമരക്കാരന് ബഹുമാനപ്പെട്ട MP വീരേന്ദ്രകുമാറിനെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ഇത് നമ്മളുടെ ഈ കൂടി ജനങ്ങളുടെ കേരളത്തിൽ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള ശ്രദ്ധാകേന്ദ്രമായി മാറിയ മഞ്ഞളാംകുഴി സലാം MLA, PC ജോർജ്, ആസാദ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരന്മാരെ, ഇന്ന് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു മഹാസമ്മേളനവും സ്വീകരണമാണ് നടക്കുന്നത്. മഞ്ഞളാംകുഴിയാലിൽ അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി വർഷങ്ങളോളം ബന്ധപ്പെട്ട് നിങ്ങളുടെ MLA ആയി വികസന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിച്ചു. അതിനുള്ള തെളിവ് തന്നെ ഈ മഹാസമ്മേളനം. അങ്ങനെ ഈ പ്രദേശത്തിന്റെ തുടിപ്പും വെടിപ്പുമായ അദ്ദേഹം മാറി. പക്ഷെ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ നമ്മളെ ആരെയും ദുഃഖിപ്പിക്കുന്നതാണ്. വർഷങ്ങളോളം ആ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുക മാത്രമല്ല, അലി സാഹിബിന്റെ ആ കിതാബ് നമുക്ക്